ഹലോ എവ്രി വൺ, യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് അല്ലെ, ഫ്രോഗിനെ കുറിച്ച് നമ്മൾ പഠിച്ച ചാപ്റ്റർ. സോ ആ ചാപ്റ്ററിൽ നിന്ന് അത് വളരെ കുഞ്ഞു ടോപ്പിക്കാണെന്ന് അറിയാം നമുക്ക്, കാരണം 2 പേജൊക്കെ ഉള്ളൂ ഇപ്പോൾ ടെക്സ്റ്റിൽ. സോ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെ, ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മളിവിടെ നോക്കുന്നത്, അല്ലാത്ത നമുക്ക് ഒരു 2 മാർക്സ് 3 മാർക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ഇൻ ഫ്രോഗ്. നമുക്കറിയാം ഫ്രോഗിന് 2 ടൈപ്പ് റെസ്പിറേഷൻ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ അല്ലെ. ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്ന പേര് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. രണ്ടാമത്തേന് നമ്മൾ വിളിക്കുന്ന പേര് പൾമണറി റെസ്പിറേഷൻ. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ. ഒന്നെന്ന് പറയുന്നത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, രണ്ടാമത്തേത് പൾമണറി റെസ്പിറേഷൻ. എന്താണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ റെസ്പിറേഷൻ ത്രൂ സ്കിൻ ഈസ് കോൾഡ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. നമ്മൾ സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യുന്നതിനെയാണ് ക്യൂട്ടേനിയസ് എന്നും, പൾമണറി റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ലങ്സ് വഴിയുള്ള റെസ്പിറേഷനെയാണ് പൾമണറി റെസ്പിറേഷൻ എന്നും വിളിക്കുന്നത്. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ, ക്യൂട്ടേനിയസ് ആൻഡ് പൾമണറി. ഇനി ഇത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ചെയ്യുന്നത് അത് ഏസ്റ്റുവേഷൻ ഓർ ഹൈബർനേഷൻ. ഏസ്റ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം സമ്മർ സ്ലീപ്പാണ്, ഹൈബർനേഷൻ എന്ന് പറയുന്നത് വിന്റർ സ്ലീപ്പാണ്. സോ ഏസ്റ്റുവേഷനോ ഹൈബർനേഷനോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിലായിരിക്കുന്ന സമയത്ത്, തവളകൾ വെള്ളത്തിൽ ജീവിക്കാറുണ്ടല്ലോ, ഈ 2 സമയത്തുമാണ് ഇവർ കൂടുതലും ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് പൾമണറി റെസ്പിറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ടെറസ്ട്രിയൽ, അതായത് കരയിലുള്ള സമയത്ത്. അപ്പോൾ ടെറസ്ട്രിയൽ എൻവയോൺമെന്റിൽ ജീവിക്കുന്ന സമയത്താണ് പൾമണറി റെസ്പിറേഷനിൽ ഏർപ്പെടുന്നത്. സോ ഇങ്ങനെ 2 തരം റെസ്പിറേഷനാണ് ആർക്കുള്ളത്, ഫ്രോഗിനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് ഡൈജസ്റ്റ് സിസ്റ്റം ഇൻ ഫ്രോഗ്. നമുക്കുള്ളതുപോലെ തന്നെ ഒരു ഡൈജസ്റ്റ് സിസ്റ്റം ആണ് ആർക്കും ഉള്ളത്, ഫ്രോഗിനുള്ളത്. സോ ഫ്രോഗിന്റെ ഡൈജസ്റ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഏതിൽ നിന്ന് തന്നെയാണ്, ഇറ്റ് ഈസ് മൗത്ത്. അപ്പൊ മൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നമുക്കുള്ളതുപോലെ ഒരു ക്യാവിറ്റിയിലേക്ക് പോകും. ആ ക്യാവിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്കൽ ക്യാവിറ്റി. ഇറ്റ് ഈസ് കോൾഡ് ബക്കൽ ക്യാവിറ്റി. ആ ബക്കൽ ക്യാവിറ്റിയിൽ നിന്നും പിന്നീട് ഈ ഇത് പോകുന്നത്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പോകുന്നത് ബക്കൽ ക്യാവിറ്റിയിൽ നിന്നും ഒരു ലോങ് ആയിട്ടുള്ള ട്യൂബിലേക്കാണ്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഈസോഫാഗസ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഈസോഫാഗസ്. അപ്പോൾ ഈസോഫാഗസിൽ നിന്നും അത് നേരെ പോകുന്നത് സ്റ്റൊമക്കിലേക്കാണ്. അപ്പോൾ സ്റ്റൊമക്കിലാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ റിലീസ് ചെയ്യുകയും അതിനെ എന്ത് ചെയ്യും, ഡൈജഷൻ ഒക്കെ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. ആ സ്റ്റൊമക്കിൽ നിന്നാണ് പിന്നെ അത് ഡിയോഡിനം, ജജുനം, ഇലിയം എന്ന് പറയുന്ന ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈനിന്റെ പോർഷൻ, അതായത് ഇൻഡസ്റ്റൈൻ എന്നേ നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. സോ അത് നേരെ പോകുന്നത് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന പോർഷനിലേക്കാണ്. ഇൻഡസ്റ്റൈനിൽ നിന്നും അത് നേരെ പോകുന്നത് റെക്റ്റത്തിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്ക്രീറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റെക്റ്റത്തിലാണ്. എന്നിട്ട് റെക്റ്റത്തിൽ നിന്നും ഇത് ഓപ്പണിങ്ങിലേക്ക് പോകണം അല്ലെ, കാരണം എക്സ്ക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ഓപ്പണിങ്ങിലേക്ക് പോകണം. നമുക്കറിയാം ഫ്രോഗിനെ സംബന്ധിച്ച് ഒരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. അത് ഡൈജസ്റ്റീവ് വേസ്റ്റിനാണെങ്കിലും ശരി, യൂറിനറി വേസ്റ്റിനാണെങ്കിലും ശരി, സെമൻ റിലീസ് ആണെങ്കിലും ശരി, ഇതിനെല്ലാത്തിനും കൂടി ചേർത്ത് ആകെ ഒരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേര് ക്ലോയേക്ക എന്നാണ്. സോ ക്ലോയേക്ക എന്ന് പറയുന്ന ആ ഓപ്പണിംഗ് കോമൺ ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിലേക്കാണ് റെക്റ്റം ഓപ്പൺ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരുന്നത്, ഡൈജസ്റ്റ് സിസ്റ്റം ഓഫ് ഫ്രോഗിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രോഗിൻ്റെ ഡൈജസ്റ്റ് സിസ്റ്റം മാത്രമല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലങ്സിൻ്റെ കേസിൽ ചോദിക്കാം. ലങ്സിൻ്റെ കേസിലാണെങ്കിൽ നോസ്ട്രൽസ് വഴി കയറിയിട്ട് അവിടെ നിന്നും ബക്കൽ ക്യാവിറ്റിയിലേക്കാണ് എയർ വരുന്നത്, എന്നിട്ടാണ് എങ്ങോട്ട് പോകുന്നത്, ലങ്സിലേക്ക് പോകുന്നത്. സോ ഇങ്ങനെ ഏതിൻ്റെയും ഫ്ലോ ചാർട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സൈനസ് വെനോസസ്? നമുക്കറിയാം നമുക്കില്ലാത്തൊരു സ്ട്രക്ചറാണ് അല്ലെ. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. പക്ഷെ ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ഹാർട്ടാണ്. ആ 3 ചേമ്പേർഡ് ഹാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിന് 2 ഓറിക്കിൾസും ഒരു വെൻട്രിക്കിളുമാണ് ഉള്ളത്. ഇത്രയുമാണ് അവർക്ക് ഉള്ളത്, കാരണം 3 ചേമ്പറേ ഉള്ളൂ. സോ ഈ 3 ചേമ്പേർഡ് ഹാർട്ടിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ. ഈ ട്രയാങ്കുലർ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈനസ് വെനോസസ്. ഇറ്റ് ഈസ് കോൾഡ് സൈനസ് വെനോസസ്. അപ്പോൾ ഈ സൈനസ് വെനോസസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്കാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബ്ലഡ് വന്നു ചേരുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്നത് മെയിൻ ആയിട്ടുള്ളൊരു വെയിൻ ആണ്. അതിന്റെ പേരാണ് വീന കേവ, സുപ്പീരിയർ വീന കേവ, ഇൻഫീരിയർ വീന കേവ, ഇങ്ങനെ പലതരം വീന കേവകളുണ്ട്. മെയിൻ ആയിട്ടുള്ള വെയിൻ ആണ്. ഈ വെയിൻ ആണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബ്ലഡിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഇതിന്റെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ നേരിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, പകരം ഏതിലേക്ക് ആദ്യം കൊണ്ടുകൊടുക്കും, സൈനസ് വെനോസസിലേക്ക് കൊണ്ടുകൊടുക്കും. എന്നിട്ട് ഈ സൈനസ് വെനോസസിൽ നിന്നാണ് അത് റൈറ്റ് ഏട്രിയത്തിലേക്ക്
ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് ഏട്രിയത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഈ പറയുന്ന സൈനസ് വെനോസസിൽ നിന്നാണ് ഹാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് ഈ സൈനസ് വെനോസസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അതൊരു ട്രയാങ്കുലർ സ്ട്രക്ചർ ആണ്. ഇറ്റ് റിസീവ്സ് ബ്ലഡ് ഫ്രം വീന കേവ ആൻഡ് ഇറ്റ് പാസസ് ദ ബ്ലഡ് ത്രൂ ടു റൈറ്റ് ഏട്രിയം. അത് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഈ ബ്ലഡിന് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്ത് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സൈനസ് വെനോസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, write the major difference between male and female reproductive systems in frog. ഫ്രോഗിന്റെ കേസിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാം. സപ്പോസ് ദിസ് ഇസ് മെയിൽ ആൻഡ് ദിസ് ഇസ് ഫീമെയിൽ. ഓക്കെ, സോ മെയിലിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മെയിലിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും മെയിലിന് ടെസ്റ്റിസ് ആണല്ലോ മെയിൻ ആയിട്ടുള്ളത്. അതിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. സോ ടു ടെസ്റ്റിസ്, രണ്ടെണ്ണം ഉണ്ട് അല്ലേ? ടു ടെസ്റ്റിസ് അറ്റാച്ച്ഡ് വിത്ത് കിഡ്നി. അത് കിഡ്നിയിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, കിഡ്നിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടെസ്റ്റിസ് ആണ് ഇവർക്കുള്ളത്. പക്ഷെ ഫീമെയിലിന്റെ കേസിലേക്ക് വരുമ്പോൾ ഓവറി ഈസ് നോട്ട് അറ്റാച്ച്ഡ്. ഏതിൽ അറ്റാച്ച്ഡ് അല്ല? കിഡ്നിയുമായിട്ട് അറ്റാച്ച്ഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റാച്ച്ഡ് വിത്ത് കിഡ്നി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ജോയിൻസ് വിത്ത് കോമൺ, നമ്മുടെ യൂറിൻ കൊണ്ടുവരുന്ന യുറീത്രയുമായിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, അത് യുറീത്രയുമായിട്ട് ജോയിൻ ചെയ്യും. ആൻഡ് ദെൻ അത് എന്തായിട്ട് മാറും? യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് ആയിട്ട് മാറും. യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് ആയിട്ട് മാറിയിട്ടാണ് ക്ലോയേക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇറ്റ് ഓപ്പൺസ് ഡയറക്ട്ലി, അത് യൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നില്ല. അപ്പൊ ഡയറക്ട്ലി ഇൻറ്റു ക്ലോയേക്കയിലേക്ക് അത് ഡയറക്റ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത. സോ ഇതാണ് മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ ചാർട്ട് ചിലപ്പോൾ എഴുതാനായിട്ട് പറയും. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ടെസ്റ്റിസിൽ നിന്നാണ് സ്പെർം സെമൻ റിലീസ് ചെയ്യുന്നത് അല്ലേ? അപ്പം ടെസ്റ്റിസിൽ നിന്നും അത് വാസ എഫറൻഷ്യ എന്ന് പറയുന്ന ഡക്റ്റിലേക്ക് ആദ്യം വരും. വാസ എഫറൻഷ്യ. അവിടെ നിന്നും അത് നേരെ പോകുന്നത് അടുത്ത ഡക്റ്റിന്റെ പേര് ബിഡേഴ്സ് കനാൽ എന്നാണ്. ബിഡേഴ്സ് കനാൽ. അപ്പൊ ബിഡേഴ്സ് കനാലിലേക്ക് അതെത്തും. അത് നേരെ ചെന്ന് ജോയിൻ ചെയ്യുന്നത് യൂറിനോ ജെനിറ്റൽ ഡക്റ്റിലേക്ക്. ആ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ക്ലോയേക്കയിലേക്ക്. സോ ദിസ് ഈസ് ദ ഫ്ലോ ചാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ്. അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡ്രാ ദ ഫ്ലോ ചാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ഫ്രോഗ്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റിസിൽ നിന്നും വാസ എഫറൻഷ്യ വഴി ബിഡേഴ്സ് കനാൽ വഴി യൂറിനോ ജെനിറ്റൽ ഡക്റ്റിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് ക്ലോയേക്കയിലേക്ക് അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഫ്രോഗിന്റെ ബ്രെയിന് ബന്ധപ്പെട്ടിട്ടാണ്. അത് നമുക്കറിയാം 3 പാർട്ടായിട്ടാണ് ഫ്രോഗിന്റെ ബ്രെയിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. നമ്മളതുപോലെ തന്നെ. സോ ഫോർ ബ്രെയിൻ ആൻഡ് ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഇതിൽ ഫോർ ബ്രെയിനിന് പ്രധാനമായിട്ടും 3 പോർഷൻസ് ആയിട്ട് ആണ് വരുന്നത്. ഒന്ന് ഓൾഫാക്ടറി ലോബ്, രണ്ടാമത് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, മൂന്നാമത്തത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? മൂന്നാമത്തത് ഡൈഎൻസെഫലോൺ ആണ് മൂന്നാമത്തെ പോർഷൻ. അടുത്ത മിഡ് ബ്രെയിനിന് വരുന്ന പോർഷനാണ് ഒപ്റ്റിക് ലോബ്. ഒപ്റ്റിക് ലോബ്. അടുത്തത് ഹൈൻഡ് ബ്രെയിൻ ആണ്. ഹൈൻഡ് ബ്രെയിനിന് വരുന്ന പോർഷൻസ് 2 എണ്ണമാണ്, സെറിബെല്ലവും പിന്നീട് മെഡുല്ലയും. ഓക്കെ, ഈ മെഡുല്ലയാണ് ഫൊറാമിനം മാഗ്നത്തിൽ കൂടി പുറത്തേക്ക് സ്പൈനൽ കോഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മെഡുല്ലയുടെ എക്സ്റ്റൻഷൻ ആണ് ആക്ച്വലി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന് ചുറ്റുമാണ് ഏതിരിക്കുന്നത്? വെർട്ടിബൽ കോളം ഇരിക്കുന്നത്. സോ ഇതാണ് അതൊരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. സോ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും ഇനി ഓൺവേർഡുകളൊക്കെ വരാം നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് എസ്റ്റിവേഷൻ, വാട്ട് ഈസ് ഹൈബർനേഷൻ, സമ്മർ സ്ലീപ്പിന് പറയുന്ന പേരെന്ത്, അല്ലെങ്കിൽ വിന്റർ സ്ലീപ്പിന് പറയുന്ന പേരെന്ത്, അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള വ്യത്യാസവും ചിലപ്പോൾ ചോദിക്കാം. ഇപ്പം മോർഫോളജിക്കൽ ഡിഫറൻസ് നിങ്ങൾക്കറിയാം. മെയിലിനാണെങ്കിൽ വോക്കൽ കോഡ് ഉണ്ട്. അതുപോലെ തന്നെ മെയിലിനാണ് കോപ്പുലേറ്ററി പാഡ്, അതിന്റെ 4 ലിംസിന്റെ നോക്കിക്കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്? കോപ്പുലേറ്ററി പാഡ് ഉണ്ട്. അതൊക്കെ മെയിലിന്റെ പ്രത്യേകത. ഇതൊന്നും ഫീമെയിലിനില്ല. അപ്പൊ മോർഫോളജിക്കൽ ഡിഫറൻസും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ വർഷത്തെ NCERT-യിലാണ് ഫ്രോഗ് ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഫ്രോഗ് ഉണ്ടായിരുന്നു പക്ഷെ പഠിപ്പിക്കാറില്ലായിരുന്നു, ഡിലീറ്റഡ് ആയിട്ട് കിടന്നതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഫ്രോഗ് എന്ന് പറയുന്ന ടോപ്പിക് വന്നതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിന് അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ഡിസ്കഷനുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഐ എം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.